ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർത്തിയെന്ന കേസ് ഒത്തുതീർപ്പാക്കാൻ സന്നദ്ധതയറിയിച്ച് ആപ്പിൾ. $95 മില്യൺ നൽകി കേസ് തീർപ്പാക്കാൻ തയ്യാറാണെന്നാണ് ആപ്പിൾ കോടതിയെ അറിയിച്ചത്. ഇന്ത്യൻ രൂപയിൽ നോക്കിയാൽ 815 കോടിയോളം രൂപ കേസ് ഒത്തുതീർപ്പാക്കാൻ നൽകാമെന്ന് കാലിഫോർണിയയിലെ ഓക്ലൻഡ് ഫെഡറൽ കോടതിയെ ആപ്പിൾ അറിയിച്ചു. 5 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ടെക് ജയന്റായ ആപ്പിൾ ഒത്തുതീർപ്പിന് ഒരുങ്ങുന്നത്. ആപ്പിളിന്റെ വിർച്വൽ അസിസ്റ്റായ സിരി ഉപയോഗിച്ച് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർത്തിയെന്നാണ് കേസ്. ആപ്പിളിന്റെ ഐഫോണുകളും സിരി അസിസ്റ്റ് ഉപയോഗിക്കപ്പെടുന്ന മറ്റുപകരണങ്ങളും ഉപയോഗിച്ച് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർത്തിയെന്നാണ് ആരോപണം. ഹെയ് സിരി എന്ന പദം ഉപയോഗിച്ച് ഉപഭോക്താക്കൾ വിർച്വൽ അസിസ്റ്റ് സിരിയെ ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കാത്ത അവസരങ്ങളിൽ പോലും ഉപഭോക്താക്കളുടെ സംഭാഷണങ്ങൾ ചോർത്തപ്പെട്ടു എന്ന അതിഗുരുതരമായ ആരോപണങ്ങളാണ് കേസിൽ ആപ്പിൾ നേരിട്ടത്. ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയെന്ന ആരോപണം സ്വകാര്യത തങ്ങളുടെ ഏറ്റവും വലിയ പ്രതിബദ്ധതയാണെന്ന് ഉയർത്തിക്കാണിക്കുന്ന ആപ്പിളിന്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ മങ്ങലേൽപ്പിച്ചു. ഇടയ്ക്കിടെ സ്വകാര്യത മനുഷ്യന്റെ അടിസ്ഥാന അവകാശമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ആപ്പിൾ സിഇഒയുടെ നിലപാടും ചോദ്യം ചെയ്യപ്പെട്ടു. ആപ്പിൾ ആരോപണം നേരിട്ടത് ആപ്പിളിന്റെ സ്വകാര്യതാവാദം വിശ്വസിച്ചിരുന്ന ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളെയും ആശങ്കയിലാക്കിയിരുന്നു. 5 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഒത്തുതീർപ്പിനുള്ള സാധ്യത തേടുമ്പോഴും തങ്ങൾ തെറ്റ് ചെയ്തുവെന്ന് അംഗീകരിക്കാൻ ആപ്പിൾ തയ്യാറായിട്ടില്ല. 10 വർഷത്തോളം സിരിയിലൂടെ സ്വകാര്യത ചോർത്തിയെന്നാണ് പരാതിക്കാർ ചൂണ്ടിക്കാട്ടിയത്. ഉപഭോക്താക്കൾ സിരിയെ ട്രിഗർ ചെയ്യാത്തപ്പോഴും ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടു. ഇങ്ങനെ ശേഖരിക്കപ്പെട്ട വിവരങ്ങൾ ആപ്പിൾ പരസ്യ കമ്പനികൾക്ക് മറച്ചുവിറ്റു എന്ന അതിഗുരുതരമായ ആരോപണവും ആപ്പിൾ നേരിട്ടു. ആപ്പിളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് പരസ്യ കമ്പനികൾ തങ്ങളുടെ ഉപഭോക്താക്കളെ കണ്ടെത്തുകയും അവരിലേക്ക് എത്തുകയും ചെയ്തു. പരസ്യ കമ്പനികൾ സമീപിച്ചതിന്റെ ഉദാഹരണങ്ങളും കേസിലെ പരാതിക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ആപ്പിളിന്റെ സന്നദ്ധത അംഗീകരിക്കപ്പെടുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. കേസിലെ പരാതിക്കാരുടെ ഉൾപ്പെടെയുള്ള നിലപാടുകൾ ഇതിൽ നിർണായകമാകും. വിർച്വൽ അസിസ്റ്റ് സിരിയെ ആപ്പിൾ അവതരിപ്പിച്ച 2014 സെപ്റ്റംബർ 17 മുതൽ 2024 ഡിസംബർ 31 വരെ 10 വർഷത്തെ കാലയളവിൽ സിരി അസിസ്റ്റ് ഉൾപ്പെടുത്തി ആപ്പിൾ ഡിവൈസ് ഉപയോഗിച്ചവർക്ക് നഷ്ടപരിഹാരത്തിന് അവകാശമുന്നയിക്കാം. ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ഓരോ ഡിവൈസിനും $20 വരെ നഷ്ടപരിഹാരം ലഭിക്കാം. എത്ര പേർ നഷ്ടപരിഹാരത്തിനായി മുന്നോട്ട് വരുന്നു എന്നത് പ്രധാനമാണ്. ഒത്തുതീർപ്പിനായി നൽകാമെന്ന് ആപ്പിൾ സമ്മതിച്ചിരിക്കുന്ന $95 മില്യൺ വീതിച്ചു നൽകുക. കൂടുതൽ പേർ ക്ലെയിം ചെയ്താൽ ഓരോരുത്തർക്കും ലഭിക്കുന്ന നഷ്ടപരിഹാര തുകയിൽ വ്യത്യാസം വരും. സാധാരണ ഈ രീതിയിലുള്ള കേസുകളിൽ 5% വരെയൊക്കെ അർഹരായ ഉപഭോക്താക്കളാണ് രംഗത്ത് വരിക. സ്വകാര്യത ചോർത്തിയെന്ന കേസ് ഒത്തുതീർപ്പാക്കാൻ 815 കോടിയോളം രൂപ നൽകാമെന്ന് ആപ്പിൾ പറയുന്നത് മതിയായ നഷ്ടപരിഹാരമാണോ? 2014 മുതലുള്ള ആപ്പിളിന്റെ ലാഭം $705 ബില്യൺ ഉയർന്നത്. ഈ കേസിൽ വിചാരണ നേരിട്ട് തിരിച്ചടി നേരിട്ടാൽ കൊടുക്കേണ്ടി വരുന്ന $1.5 ബില്യൺ പോലും ആപ്പിളിനെ ഒരു തരത്തിലും ബാധിക്കില്ല. മഹാസമുദ്രത്തിലെ ഒരു തുള്ളി പോലെ നിസാരമാണ് ആപ്പിളിനെ സംബന്ധിച്ച് അവർ കേസ് ഒത്തുതീർപ്പാക്കാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ തുക. സ്വകാര്യത എന്നത് പ്രധാന അവകാശവാദമായി ഉന്നയിക്കുന്ന കമ്പനികൾ പോലും വാഗ്ദാന ലംഘനം നടത്തിയാൽ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടി വരും എന്നതാണ് ആപ്പിൾ ഉൾപ്പെടുന്ന കേസ് നൽകുന്ന ഒരു പാഠം. കമ്പനികൾ എന്തൊക്കെ വാഗ്ദാനം ചെയ്താലും തങ്ങളുടെ സ്വകാര്യതയും വ്യക്തിഗത വിവരങ്ങളും എത്രമാത്രം സുരക്ഷിതമാണ് എന്ന മറ്റൊരു ചോദ്യവും ഈ സംഭവം ഉയർത്തുന്നു.